നിങ്ങൾ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ടാ കോഴിയെ കൊന്നങ്ങ് കറി വെച്ചത്. ഈ സ്നേഹ ചേച്ചി എന്നെ തളർത്തി കളയുന്നത് തന്നെ. എന്താ എനിക്ക് വായിന്നാക്കൊന്നും ഇല്ലേ? എടാ സെൽവ, പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്. പറഞ്ഞോ? നിന്റെ അമ്മയ്ക്കൊന്നും ഇത്രയും സ്നേഹം ഇല്ലടാ. വേലുനാച്ചിയാർ തന്നെ. ശരിയാ ശരിയാ. മനുഷ്യ വല്ലതും കഴിക്കാമോ? ഞങ്ങള് വന്നിട്ടുണ്ട് ചേച്ചി. ഞാനൊരു സന്തോഷമുള്ള കാര്യം പറയട്ടെ. അതിനു മുമ്പ് 4 കഷ്ണം കോഴിയെ തിന്നട്ടെ. എന്താടാ പറയേ. ചേച്ചി എനിക്ക് കോഴിക്കറി കൂട്ടി ചോറ് തരുന്നു. ഞാൻ കല്യാണ സദ്യ തരാൻ പോകുന്നു. കഴിച്ചു കഴിഞ്ഞിട്ട് പറയുന്ന നല്ലത്. ചക്കര കുട്ട, എടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവുമ്പോ ചേച്ചി വളർത്താവേ. അപ്പൊ ഒരു 10-12 വളർത്തോ? സംശയം എന്താ? അത് നിങ്ങളുടെ മൂത്രവും അപ്പിയും കോരി ഞാൻ തന്നെ വളർത്തിക്കോളാം. കഴിച്ചോണ്ടിരിക്കുമ്പോഴാ അപ്പി മൂത്രമൊക്കെ. പെണ്ണാരാടാ? കണ്ണുക്കിനിയാൽ. അപ്പൊ ചെല്ലമ്മയോ? ഞങ്ങൾ വിചാരിച്ചത് നീ ചെല്ലമ്മയെ തന്നെ കിട്ടുമെന്നാ. അവളെ നീ പ്രേമിച്ചതാണോടാ? അതൊന്നും ഒരു തെറ്റല്ല. അനുഗ്രഹിച്ച് പറഞ്ഞു വിട്. നീയോ? അളിയാ സുഖമായിട്ടിരിക്കുന്നോ? അങ്ങനെയൊക്കെ പോകുന്നു. അല്ല, നിന്റെ കല്യാണമായെന്നൊക്കെ കേട്ട്. എവിടെ? എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് വന്നതായിരിക്കും. അറിയാം, ആദ്യം നീ അവിടെ പോയിട്ട് വരത്തുള്ളൂ എന്ന്. അയാൾ എന്നെ കല്യാണത്തിന് കൂട്ടരുതെന്ന് പറഞ്ഞില്ലേ? അയാളുടെ തോളിലിട്ടാ നിന്നെ വളർത്തിയെന്ന് തോളി തട്ടി പറഞ്ഞു കാണുമല്ലോ. ഓരോരോ അടവുകൾ. എനിക്ക് മക്കളില്ലാത്ത കാര്യം പറഞ്ഞു കാണുമല്ലോ. പിന്നെ കല്യാണത്തിന് 5 പവന്റെ മാല വേണമെന്നും പറഞ്ഞു കാണും. എന്തായാലും ഞങ്ങൾക്ക് അത്രയൊന്നും വേണ്ട, ഒരു 3 പവൻ മതി. പിന്നെ നിന്റെ കല്യാണത്തിന് അയാൾ വരാൻ പാടില്ല, അത്ര തന്നെ. എന്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടിനെയും വിളിക്കണ്ട. എന്താടാ കിക്കിള്? ഒരു വയറി കിടന്ന ചേട്ടനും അനിയനും സ്വത്തിന് വേണ്ടി തമ്മിൽ തല്ലുന്ന തെറ്റല്ല അളിയാ. എങ്ങനെയെങ്കിലും ഒന്ന് പിണക്കം മാറ്റ്. അയ്യോ, നടക്കില്ല. എന്തിനാണ് എങ്ങനെ മനസ്സിൽ വെറുപ്പം വെച്ചോണ്ടിരിക്കുന്നത്? വെറുപ്പല്ലടാ, ദേഷ്യമാ. അപ്പൊ ഞങ്ങൾക്കാർക്കും ദേഷ്യമില്ലേ? നിങ്ങളുടെ കെട്ടിയവന് മാത്രം ഭക്ഷണം കൊടുത്താൽ മതി. കല്യാണം പറയാനായിട്ട് വീട്ടിൽ കയറി വന്നപ്പോ ഒരുമാതിരി കളിയാക്കുന്നു. ആദ്യം അളിയനോട് കല്യാണത്തിന് വരാൻ പറ, എന്നിട്ട് ഞാൻ വന്ന് കഴിക്കട്ടെ. അവന് ഭക്ഷണം വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട. ചിക്കനും വന്നിട്ടില്ല, മസാലയും ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെ. ഇനി ചെല്ലുന്നിടത്ത് എന്താണോ എന്തോ. അപ്പുറത്തെ വീട്ടിലെ വല്യപ്പനാ. എന്തൊക്കെയുണ്ട് ചേച്ചി? സുഖം. ഞങ്ങൾക്ക് എന്തിന്റെ കുറവാ? നിനക്കും സുഖമാണല്ലോ അല്ലേ? അളിയനോട് ചേച്ചി? ഗതി കിട്ടവൻ എവിടെയോ പോയിരിക്കുന്നു വയറ്റിപ്പിഴപ്പിന്. ഇവിടെങ്ങാനും ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരുപ്പെടുത്ത് അടിക്കും ഞാൻ. ചേച്ചിയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞായിരുന്നു മോനെ. നന്നായി. അവള് നല്ല കുട്ടിയാ ചേച്ചി. കണ്ടാ ചേച്ചിക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാരും കൂടെ വന്ന് ഈ കല്യാണം ഒന്ന് നടത്തി തരണം. എനിക്കങ്ങനെ വരാൻ പറ്റും? ഇങ്ങോട്ട് നോക്കണേ. വിഷം വല്ലതും കുടിക്കാനാണെങ്കിൽ കഥക തുറന്നിട്ടിട്ട് വേണം, ഇല്ലെങ്കിൽ അവളവിടെ വെറുതെ ഇരിക്കുക. അപ്പൊ ചാവാൻ പ്രേരിപ്പിക്കുക. എല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റ ഒരുത്തനാ. മുറിവിൽ കുത്തി രസിക്കാൻ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. അങ്ങനെ ചത്തിരിക്കുന്നത് ശനിയാഴ്ച നോക്കിയ ശനിയാഴ്ച ചത്ത ഒരാളും കൂടെ കൊണ്ടുപോകുന്നു. ഞാനൊന്ന് പറയട്ടെ.